നമുക്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു പ്രോബ്ലം കൂടി നോക്കാം. ദ നെറ്റ് പ്രോഫിറ്റ് ഓഫ് എ മാനുഫാക്ചറിംഗ് കമ്പനി ഫോർ ദ ഇയർ എൻഡഡ് 31st March വാസ് 5,15,220 ആസ് ഷോൺ ബൈ ഫിനാൻഷ്യൽ ബുക്ക്. അപ്പോൾ ഫിനാൻഷ്യൽ പ്രോഫിറ്റാണ് 5,15,220 ആൻഡ് 6,89,600 ആസ് പെർ കോസ്റ്റ് ബുക്ക്. കോസ്റ്റ് ബുക്ക് പ്രകാരം 6,89,600 അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ഓവർ റിക്കവേർഡ് ഇൻ കോസ്റ്റ് അക്കൗണ്ട്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലും ഒരു ഐറ്റം ഓവർ റിക്കവർ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പെൻസുകൾ, ഓവർ ഹെഡുകൾ എന്ന് പറഞ്ഞാൽ എക്സ്പെൻസാണ്. അത് ഓവർ റിക്കവർ ചെയ്തു എന്ന് പറഞ്ഞാൽ അത്രയും നമ്മൾക്ക് പ്രോഫിറ്റ് കുറയും. എക്സ്പെൻസ് കൂടുന്തോറും നമ്മുടെ പ്രോഫിറ്റ് കുറയും. അപ്പോൾ അത് കോസ്റ്റ് ബുക്കിൽ ഓവർ റിക്കവർ ചെയ്തു എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രോഫിറ്റ് കുറയും. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ബുക്കിലാണ് ഓവർ റിക്കവർ ചെയ്തതെന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ പ്രോഫിറ്റ് കുറയും. ഇനി ഇത് രണ്ടും അണ്ടർ റിക്കവേർഡ് ആണെന്നാണ് പറയണമെങ്കിലോ, അതായത് കുറച്ചാണ് ഈ ചിലവ് കാണിച്ചേക്കണേ എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ചിലവ് കുറയും തോറും ഏത് അക്കൗണ്ടിലാണോ കാണിച്ചേക്കണേ ആ അക്കൗണ്ടിലെ പ്രോഫിറ്റ് എന്ത് ചെയ്യും? കൂടും. അടുത്തായിട്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്, ലോസ് ഡ്യൂ ടു ഒബ്സോളസൻസ്. നഷ്ടമാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നഷ്ടം വന്നു. നഷ്ടം വരിക എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ പ്രോഫിറ്റ് എന്ത് ചെയ്തു? കുറഞ്ഞു. അങ്ങനെ ഓരോ ട്രാൻസാക്ഷൻ്റെ മീനിങ് നമ്മൾ മനസ്സിലാക്കണം. ദെൻ ഡിപ്രീസിയേഷൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ചാർജ് ചെയ്തത് 44,800 ഡിപ്രീസിയേഷൻ റിക്കവർഡ് ഇൻ കോസ്റ്റ് അക്കൗണ്ട് 50,000. അപ്പോൾ ഡിപ്രീസിയേഷൻ ഓൾറെഡി ചിലവാണെന്ന് നമുക്കറിയാം. പക്ഷേ എവിടത്തെ ചിലവാണ് ഇവിടെ കൂടി നിൽക്കുന്നത്? കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ ചിലവാണ് കൂടിയിരിക്കുന്നത്. കാരണം കോസ്റ്റിൽ ഡിപ്രീസിയേഷൻ 50,000 കാണിച്ചേക്കണേ. അപ്പോൾ കോസ്റ്റിൽ 50,000 ഡിപ്രീസിയേഷൻ കമ്പയർ ചെയ്യുമ്പോൾ കോസ്റ്റ് പ്രോഫിറ്റ് കുറയും, ഫിനാൻഷ്യൽ പ്രോഫിറ്റ് എന്ത് ചെയ്യും? കൂടി നിൽക്കും. ദെൻ ലോസ് ഡ്യൂ ടു ഡിപ്രീസിയേഷൻ സ്റ്റോക്ക്. ഇവിടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ സ്റ്റോക്കിൽ നഷ്ടം വന്നു. അപ്പോൾ ഫിനാൻഷ്യൽ പ്രോഫിറ്റ് കുറഞ്ഞു. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഫിനാൻഷ്യൽ ബുക്കിൽ മാത്രം വന്നതാണ്. നിക്ഷേപങ്ങൾക്ക് പലിശ കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ പ്രോഫിറ്റ് കൂടി. ഇൻകം ടാക്സ് കൊടുത്തു, അതും ഫിനാൻഷ്യൽ ബുക്കിൽ മാത്രം വന്നതാണ്. അപ്പോൾ ഫിനാൻഷ്യൽ പ്രോഫിറ്റ് കുറയും. ബാങ്ക് ഇൻട്രസ്റ്റ് കിട്ടി, അപ്പോഴും ഫിനാൻഷ്യൽ പ്രോഫിറ്റ് കൂടും. സ്റ്റോർസ് അഡ്ജസ്റ്റ്മെൻറ്റ് ക്രെഡിറ്റ് ഇൻ ഫിനാൻഷ്യൽ ബുക്കിൽ ക്രെഡിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ ഐറ്റം വന്നപ്പോൾ ഫിനാൻഷ്യൽ പ്രോഫിറ്റ് കൂടി. വർക്ക്സ് ഓവർഹെഡ് അണ്ടർ അബ്സോർബ്ഡ് ഇൻ കോസ്റ്റ് ബുക്കിൽ ഈ ചിലവ് കുറച്ചാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ കോസ്റ്റ് പ്രോഫിറ്റ് കുറഞ്ഞു, കോസ്റ്റ് പ്രോഫിറ്റ് കൂടി. കാരണം ഈ ചിലവ് കുറച്ചാണ് കാണിച്ചേക്കണേ. പക്ഷേ ഫിനാൻഷ്യൽ ബുക്കിൽ കറക്റ്റ് കാണിച്ചുകൊണ്ട് ഫിനാൻഷ്യൽ പ്രോഫിറ്റ് എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ട്രാൻസാക്ഷൻസ് ഓരോന്ന് അനലൈസ് ചെയ്തിട്ട് ഓരോ ട്രാൻസാക്ഷൻ വരുമ്പോഴും നമുക്ക് കിട്ടേണ്ടത്, നമ്മളിപ്പോൾ ഫിനാൻഷ്യൽ ബുക്കിലാണ് തുടങ്ങിയേക്കണമെങ്കിൽ നമുക്ക് കിട്ടേണ്ടത് കോസ്റ്റ് ബുക്കാണ്. കോസ്റ്റ് ബുക്കിലാണ് തുടങ്ങിയേക്കണമെങ്കിൽ നമുക്ക് കിട്ടേണ്ടത് ഫിനാൻഷ്യൽ ബുക്കാണ്. അപ്പോൾ നമുക്ക് കിട്ടേണ്ട ഐറ്റം, നമ്മൾ എത്തിച്ചേരേണ്ട ഐറ്റം ഏതാണോ ആ ഐറ്റം ഓരോ ട്രാൻസാക്ഷൻ വരുമ്പോൾ കുറഞ്ഞാണ് നിൽക്കണമെങ്കിൽ ആ എമൗണ്ട് കുറയ്ക്കുക, കൂടിയാണ് നിൽക്കണമെങ്കിൽ ആ എമൗണ്ട് കൂട്ടുക. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നോക്കിയേ. നെറ്റ് പ്രോഫിറ്റ് ഓഫ് എ മാനുഫാക്ചറിംഗ് കമ്പനി ഫോർ ദ ഇയർ എൻഡഡ് 31st March 2016 വാസ് 5,15,220 ആ ഷോൺ ബൈ ഫിനാൻഷ്യൽ ബുക്ക്. അപ്പോൾ ഫിനാൻഷ്യൽ ബുക്കിൽ 5,15,220 കോസ്റ്റ് ബുക്കിൽ 6,89,600 ആസ് പെർ കോസ്റ്റ് ബുക്ക്. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സ് ഓവർ റിക്കവേർഡ് ഇൻ കോസ്റ്റ് അക്കൗണ്ട്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യണത്. പ്രോഫിറ്റ് ആസ് പെർ കോസ്റ്റ് ബുക്കിലാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യണത്. 6,89,600 ഇതാണ് നമ്മുടെ കോസ്റ്റ് ബുക്കിലെ പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ എത്തിച്ചേരേണ്ടത് എവിടെയാണ്? ഫിനാൻഷ്യൽ ബുക്കിലേക്കാണ് എത്തിച്ചേരേണ്ടത്. അപ്പോൾ എത്തിച്ചേരേണ്ട ഐറ്റം ഫിനാൻഷ്യൽ ബുക്കാണ്. ഫിനാൻഷ്യൽ ബുക്കിലേക്ക് എത്തിച്ചേരുമ്പോൾ നമ്മൾ നോക്കേണ്ട ഐറ്റം എന്താണ്? ഫിനാൻഷ്യൽ ബുക്ക് കൂടിയാണ് നിൽക്കണമെങ്കിൽ കൂട്ടണം, ഫിനാൻഷ്യൽ ബുക്ക് കുറഞ്ഞാണ് നിൽക്കണമെങ്കിൽ കുറയ്ക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. പ്രോഫിറ്റ് ആസ് പെർ കോസ്റ്റ് ബുക്ക് 6,89,600. ആദ്യത്തെ ഐറ്റം എന്താണ്? അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ഓവർ റിക്കവേർഡ് ഇൻ കോസ്റ്റ് അക്കൗണ്ട്. കോസ്റ്റ് അക്കൗണ്ടിൽ 6,800 കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ ചിലവ് കൂടി. അപ്പോൾ കോസ്റ്റ് പ്രോഫിറ്റ് കുറയും. പക്ഷേ എന്തിന് കുറവ് വരില്ല? ഫിനാൻഷ്യൽ പ്രോഫിറ്റ് കുറവ് വരില്ല. നമുക്ക് എത്തിച്ചേരേണ്ടത് ഫിനാൻഷ്യൽ പ്രോഫിറ്റാണ്. ഇവിടെ ഓവർ റിക്കവറി വന്നേക്കുന്നത് എവിടെയാണ്? കോസ്റ്റ് അക്കൗണ്ടിങ്ങിലാണ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലാണ് ചിലവ് കൂടി നിൽക്കുന്നത്. അതുകൊണ്ട് കോസ്റ്റ് പ്രോഫിറ്റാണ് എന്ത് ചെയ്യുന്നത്? കുറയുന്നത്. നമുക്ക് എത്തിച്ചേരേണ്ടത് ഏതാണ്? ഫിനാൻഷ്യൽ പ്രോഫിറ്റിലേക്കാണ്. അപ്പോൾ ഫിനാൻഷ്യൽ പ്രോഫിറ്റ് കൂടിയായിരിക്കും നിൽക്കണേ. അപ്പോൾ നമ്മളായിട്ട് എന്ത് ചെയ്തു? കൂട്ടി കാണിച്ചു. അടുത്ത എന്താണ്? ലോസ് ഡ്യൂ ടു ഒബ്സോളസൻസ് ചാർജ് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഒരു ഒബ്സോളസൻസ് വന്നു 22,800. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ മാത്രം വന്നൊരു ചിലവാണത്. ആ നഷ്ടം
വന്നതുകൊണ്ട് ഫിനാൻഷ്യൽ ബുക്ക് കുറഞ്ഞു. പക്ഷേ കോസ്റ്റ് ബുക്കിന് എനിക്കൊന്നും സംഭവിച്ചില്ല. അപ്പോൾ ഫിനാൻഷ്യൽ ബുക്ക് ഇവിടെ കുറഞ്ഞാണ് നിൽക്കണേ. അപ്പോൾ നമ്മൾ 22,800 എന്ത് ചെയ്തു, കുറച്ചു. എത്തിച്ചേരേണ്ട ഐറ്റം കുറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് അത് നമ്മൾ കുറച്ചു. അടുത്തെന്താ, ഡിപ്രീസിയേഷൻ ചാർജ് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ട് 44,800, കോസ്റ്റ് അക്കൗണ്ട് 50,000. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലാണ് ഇവിടെ ഡിപ്രീസിയേഷൻ കൂടുതൽ കാണിച്ചേക്കണേ. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഡിപ്രീസിയേഷൻ കൂടുതൽ കാണിച്ചത് കൊണ്ട് കോസ്റ്റ് പ്രോഫിറ്റാണ് കുറഞ്ഞേക്കണേ. ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ, കാരണം ഇവിടെ ഡിപ്രീസിയേഷൻ കുറവാണ് കാണിച്ചേക്കണേ, അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ കോസ്റ്റ് പ്രോഫിറ്റാണ് എന്ത് ചെയ്യുന്നത്, കുറഞ്ഞ് നിൽക്കുന്നത്. ഫിനാൻഷ്യൽ പ്രോഫിറ്റ് കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഡിപ്രീസിയേഷൻ എത്രയാണ്, ഓവർ റിക്കവേർഡ് 5,200. അതായത് കോസ്റ്റ് പ്രോഫിറ്റ് കുറഞ്ഞാണ് നിൽക്കണേ, ഫിനാൻഷ്യൽ പ്രോഫിറ്റ് കൂടിയാണ് നിൽക്കണേ. കാരണം എന്താ, ഈ രണ്ട് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്ത് നോക്കുമ്പോൾ ഫിനാൻഷ്യൽ ബുക്കിലാണ് കുറവ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തേക്കണേ. അപ്പോൾ ചിലവ് ഇവിടെ കുറവാണ് ചാർജ് ചെയ്തുകൊണ്ട് ഫിനാൻഷ്യൽ പ്രോഫിറ്റ് കൂടി നിൽക്കും, കോസ്റ്റ് പ്രോഫിറ്റ് കുറഞ്ഞു നിൽക്കും. അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് 5,200 നമ്മളിവിടെ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. കാരണം എന്താ, എത്തിച്ചേരേണ്ട ഐറ്റം കൂടിയാണ് നിൽക്കണേ, അതുകൊണ്ട് കൂട്ടി. അടുത്തത് ലോസ് ഡ്യൂ ടു ഡിപ്രീസിയേഷൻ ഇൻ സ്റ്റോക്ക്. ഡിപ്രീസിയേഷൻ സ്റ്റോക്ക് മിക്കവാറും ഇവിടെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ ചാർജ് ചെയ്യുന്ന ഐറ്റമാണത്. അപ്പോൾ ഡിപ്രീസിയേഷൻ ഇൻ സ്റ്റോക്ക് വന്നതുകൊണ്ട് ഫിനാൻഷ്യൽ പ്രോഫിറ്റ് കുറഞ്ഞു. കാരണം അത് ഡിപ്രീസിയേഷനാണ്, ചിലവാണ്, അതുകൊണ്ട് ഫിനാൻഷ്യൽ പ്രോഫിറ്റ് കുറഞ്ഞു. നമുക്ക് എത്തിച്ചേരേണ്ടത് ഫിനാൻഷ്യൽ പ്രോഫിറ്റിലേക്കാണ്, അതുകൊണ്ട് 27,000 നമ്മൾ എന്ത് ചെയ്തു, ലെസ് ചെയ്തു. അപ്പോൾ ഓരോ ട്രാൻസാക്ഷൻ വരുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്തിച്ചേരേണ്ട ഐറ്റം കുറഞ്ഞാണ് നിൽക്കണമെങ്കിൽ കുറയ്ക്കുക, കൂടിയാണ് നിൽക്കണമെങ്കിൽ കൂടുക. അടുത്ത എന്താണ്, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് 32,000. ഇൻട്രസ്റ്റ് എപ്പോഴും എവിടെ വന്നായിട്ടാ, ഫിനാൻഷ്യൽ ബുക്കിൽ വന്നായിട്ടാ. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിക്ഷേപത്തിന് നമുക്ക് പലിശ കിട്ടി. അപ്പോൾ ഫിനാൻഷ്യൽ പ്രോഫിറ്റ് അത്ര എന്ത് ചെയ്തു, കൂടി. എത്തിച്ചേരേണ്ട ഐറ്റം കൂടി നിൽക്കുന്നതുകൊണ്ട് 32,000 നമ്മൾ എന്ത് ചെയ്തു, കൂട്ടി. ഇൻകം ടാക്സ് അത് എവിടെ മാത്രം വന്നായിട്ടാണ്, ഫിനാൻഷ്യൽ ബുക്കിൽ വന്നായിട്ടാണ്. ഇൻകം ടാക്സ് വരുമ്പോൾ ഫിനാൻഷ്യൽ ബുക്ക് അത്രയും നമ്മുടെ കയ്യിൽ നിന്ന് കുറയും, കാരണം നമ്മൾ ടാക്സ് കൊടുക്കുന്നതാണ്. അപ്പോൾ എത്തിച്ചേരേണ്ട ഐറ്റം കുറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് നമ്മൾ അത്രയും രൂപ ഇവിടെ കുറച്ചു. ദെൻ ബാങ്ക് ഇൻട്രസ്റ്റ് റിസീവ്ഡ് 4,900 പലിശ കിട്ടിയതാണ് ബാങ്ക് ഇൻട്രസ്റ്റ്. അപ്പോൾ അത് ഫിനാൻഷ്യൽ ബുക്കിലാണ് വരുന്നത്. ഫിനാൻഷ്യൽ ബുക്ക് കൂടി നിൽക്കും, കാരണം റിസീവ്ഡ് ആണ്, പൈസ കിട്ടി. അപ്പോൾ നമ്മൾ എത്തിച്ചേരേണ്ട ഐറ്റം കൂടി നിൽക്കുന്നതുകൊണ്ട് 4,900 നമ്മളവിടെ കൂട്ടി. അടുത്തത് സ്റ്റോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് ക്രെഡിറ്റ് ഇൻ ഫിനാൻഷ്യൽ ബുക്ക്. സ്റ്റോഴ്സ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്, അതും ഫിനാൻഷ്യൽ ബുക്കിൽ ക്രെഡിറ്റ് ചെയ്തേക്കണം. ഫിനാൻഷ്യൽ ബുക്കിൽ ക്രെഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ഇൻകമാണ് ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വരുമാനമാണ് 200 രൂപ. അപ്പോൾ അത്രയും രൂപ ഫിനാൻഷ്യൽ ബുക്ക് കൂടിയാണ് നിൽക്കണേ, അപ്പോൾ നമ്മളത് കൂട്ടി. വർക്ക്സ് ഓവർ ഹെഡ് അണ്ടർ അബ്സോർബ്ഡ് ഇൻ കോസ്റ്റ് ബുക്സ് 12,480. അപ്പോൾ വർക്ക്സ് ഓവർ ഹെഡ് അണ്ടർ അബ്സോർബ്ഡ് ആണ്. എവിടെയാണ്, കോസ്റ്റ് ബുക്കിലാണ് ചിലവ് കുറച്ച് കാണിച്ചേക്കണത്. അപ്പോൾ അതുകൊണ്ട് കോസ്റ്റ് പ്രോഫിറ്റ് കൂടി നിൽക്കും. മറ്റേലും അങ്ങനെ കുറച്ചൊന്നും കാണിച്ചിട്ടുണ്ടാവില്ല. ഒരു സ്ഥലത്ത് കുറച്ചു എന്ന് പറഞ്ഞാൽ മറ്റേത് എന്താണ് കറക്റ്റായിട്ടാണ് നിൽക്കണത്. അപ്പോൾ ഇവിടെ കുറഞ്ഞ് കാണിച്ചതുകൊണ്ട്, ചിലവ് കുറച്ച് കാണിച്ചതുകൊണ്ട് കോസ്റ്റ് പ്രോഫിറ്റ് കൂടി. പക്ഷേ ഫിനാൻഷ്യൽ പ്രോഫിറ്റ് എന്താ, കുറഞ്ഞ് തന്നെയാണ് നിൽക്കണേ. അപ്പോൾ എത്തിച്ചേരേണ്ടത് ഫിനാൻഷ്യൽ പ്രോഫിറ്റാണ്, അത് കുറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് അത്രയും നമ്മൾ കുറച്ചു. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യാനുള്ള ഐറ്റംസൊക്കെ ആഡ് ചെയ്യുക, ഈ ലെസ് ചെയ്യാനുള്ള ഐറ്റം ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് പ്രോഫിറ്റ് ആസ് പെർ ഫിനാൻഷ്യൽ ബുക്ക് 5,15,220. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുക. ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും 5 മാർക്കിൻ്റെയോ 15 മാർക്കിൻ്റെയോ വരാൻ സാധ്യതയുള്ളതാണ്.